അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വിദഗ്ധ ചികിത്സയ്ക്ക് പിടികൂടാനുള്ള വനപാലകരുടെ ആദ്യ ശ്രമം പാളി. ദൌത്യം വ്യാഴാഴ്ച പുനരാരംഭിക്കും. 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് യമനിൽ നിന്നും എടക്കുളം സ്വദേശി ദിനേശ് നാട്ടിലെത്തി. കുടുംബവുമായുള്ള ദിനേശിന്റെ കൂടിക്കാഴ്ച വികാരനിർഭരമായി. മണലൂർ പുത്തനങ്ങാടിയിൽ വീട്ടിൽ തീപിടുത്തം. വീടിനുള്ളിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. കൊടുങ്ങല്ലൂർ മുത്തകുന്നത്ത് ചരക്കലൂറിക്ക് തീപിടിച്ചു. പുനമുച്ചിയിൽ ഒമ്നി വാൻ കത്തിനശിച്ചു. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തിയ പണിമുടക്ക് ജില്ലയിൽ ഭാഗികം. പണിമുടക്കിയ ജീവനക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തും. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്കായി തിരച്ചിൽ തുടരുന്നു. ദൌത്യം വ്യാഴാഴ്ച പുനരാരംഭിക്കും. മയക്കുവെടി വെച്ച് കൊമ്പനെ പിടിക്കാനുള്ള ശ്രമമാണ് പാളിയത്. മയക്കുവെടി വയ്ക്കുന്നതിന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് കാട്ടാനയെ മാറ്റാനായിരുന്നു ഫോറസ്റ്റ് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയും സംഘവും ആദ്യം ശ്രമിച്ചത്. ഇതിനായി ശബ്ദം മാത്രം പുറത്തുവരുന്ന പമ്പ് ബ്രോവൽ പ്രയോഗിച്ചു. ഇതിന്റെ ശബ്ദം കേട്ട് ഭയചകിതനായ ആന പുഴയിലെ തുരുത്തിൽ നിന്നും വേഗത്തിൽ കയറി മറ്റൊരിടത്തേക്ക് പോയി. തുടർന്ന് ഉൾക്കാട്ടിലെത്തിയ ആനയെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതോടെ ആദ്യ ദിവസത്തെ ശ്രമം അവസാനിപ്പിക്കേണ്ടി വന്നു. വ്യാഴാഴ്ച വീണ്ടും ഡ്രോൺ പറത്തി നിരീക്ഷണം തുടരുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. സൈറ്റിംഗ് നമ്മുടെ മിസ്സായി. വാച്ചസിനെ നോക്കുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ പ്രസൻസ് കണ്ടപ്പോൾ മേടിക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഡാർട്ടിങ് ബുദ്ധിമുട്ടാണ്. ഈ നല്ല സ്ഥലമായിരുന്നു ഈ റബ്ബറിൻ്റെ ഇടയിൽ. പക്ഷേ അപ്പോഴത്തേക്ക് ഇപ്പോൾ അത് കയറി പോയത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. സൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികളെ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ വ്യാഴാഴ്ച ദൌത്യത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കും. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് ദൌത്യ സംഘത്തിലുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കൊമ്പനാനയെ ഏഴാറ്റുമുഖത്തെ എലിച്ചാണി വനത്തിൽ കണ്ടത്. പിന്നീട് 3 ദിവസം ആന അപ്രത്യക്ഷനായി. തുടർന്ന് ചൊവ്വാഴ്ചയായിരുന്നു ചാലക്കുടി പുഴയിലെ പ്ലാന്റേഷൻ പ്രദേശത്തെ വെറ്റിലപ്പാറ കടവിൽ ആനയെ വീണ്ടും കണ്ടത്. TCV ന്യൂസ്, ചാലക്കുടി. 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് എടക്കുളം സ്വദേശി യമനിൽ നിന്നും നാട്ടിലെത്തി. പൂമംഗലം കുണ്ടൂർ വീട്ടിൽ ദിനേശാണ് 10 വർഷത്തിനു ശേഷം യമനിൽ നിന്നും തിരികെ തന്റെ പ്രിയപ്പെട്ടവരുടെ അരികിൽ എത്തിയത്. രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ ദിനേശിന് മണിക്കൂറുകളോളമാണ് എമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തിരിക്കേണ്ടി വന്നത്. 10 വർഷത്തിനു ശേഷം താൽക്കാലിക പാസ്പോർട്ട് എടുത്ത് വന്നതിനാലാണ് ഇത്രയും സമയം ചിലവഴിക്കേണ്ടി വന്നത്. ദിനേശിനെ സ്വീകരിക്കാനായി വിപിൻ പാറമേക്കാട്ടിലും ഉണ്ണി പൂമംഗലവും എയർപോർട്ടിലെത്തിയിരുന്നു. പിന്നീട് ദിനേശിന്റെ വീടായ എടക്കുളത്തേക്ക്. തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ദിനേശിനെ സ്വീകരിക്കാനായി കാത്തുനിന്നിരുന്നു. ബാങ്കിൽ ജപ്തി കാത്തുകിടക്കുന്ന ദിനേശിന്റെ വീട് തകർന്ന നാമാവിശേഷമായ അവസ്ഥയിലായിരുന്നു. ദിനേശിന് സ്വന്തമായ വീടും ജോലിയും ഉറപ്പുവരുത്തി ആ കുടുംബത്തെ കൈപിടിച്ചുയർത്താനായി എല്ലാവിധ പരിശ്രമവും ഉണ്ടാകുമെന്നും വിപിൻ പാറമേക്കാട്ടിൽ ഉറപ്പു നൽകി. തുടർന്ന് ദിനേശിന്റെ കുടുംബം താമസിക്കുന്ന നെടുമ്പാളിലെ ഭാര്യഗൃഹത്തിലേക്ക്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള കൂടിക്കാഴ്ച വികാരനിർഭരമായിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. 10 വർഷത്തിനു ശേഷം വീട്ടിലെത്തിയ ദിനേശിന്റെ കുടുംബവുമായുള്ള കൂടിക്കാഴ്ച വികാരനിർഭരമായി. അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ലാത്ത മക്കളായ 10 വയസ്സുകാരൻ സായി കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും നിറകണ്ണുകളോടെയാണ് ദിനേശിനെ വരവേറ്റത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ രണ്ടാമത്തെ കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് 2014 ദിനേശ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായിരുന്നു പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കണിയിൽപ്പെടുകയും ചെയ്തു. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബം നിരവധി പേരെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. നല്ല സന്തോഷം തോന്നുന്നു. നാട്ടിലേക്ക് വന്നപ്പോ അവിടെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ജോലികളില്ലാണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നു. അവിടുത്തെ യമന്റെ മലയാളികളുടെയും ഇവിടുന്ന് വിപിൻ സാറിന്റെ ഉണ്ണി പൂമംഗലത്തിന്റെയും നാട്ടിലെ ആളുകളുടെയും എല്ലാവരും സഹായത്തോടുകൂടി നാട്ടിലെത്തി. നല്ല സന്തോഷം. കുടുംബത്തെത്തിയപ്പോ എല്ലാവരെയും കണ്ടു. എല്ലാവരോടും നന്ദി. പൊതുപ്രവർത്തകൻ വിപിൻ പാറമേക്കാട്ടിലാണ് പിന്നീട് വിഷയത്തിലിടപെട്ടത്. ഇന്ത്യൻ എംബസിയുമായും
പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപാടുകൾക്ക് ശേഷമാണ് ദിനേശിന് തിരികെ നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മണലൂർ പുത്തനങ്ങാടിയിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. മുല്ലശ്ശേരി വീട്ടിൽ രവി വാടകയ്ക്ക് താമസിക്കുന്ന ഓടിട്ട വീടിനാണ് തീ പിടിച്ചത്. അടുപ്പിൽ നിന്നാണ് തീ ഉയർന്നത്. സമീപം കൂട്ടിയിട്ടിരുന്ന വിറകിലേക്ക് തീ പടർന്ന് ആളി കത്തുകയായിരുന്നു. തീ കത്തുന്നത് കണ്ട് സമീപത്തെ വീട്ടുകാർ മോട്ടോർ അടിച്ച് തീ കെടുത്തുന്നതിനാൽ വൻ അപകടമൊഴിവായി. നാട്ടികയിൽ നിന്ന് അഗ്നിശമന സേനയും സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിൽ വീടിന്റെ മേൽക്കൂരയും വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. ജനലുകളുടെ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. അഗ്നിസുരക്ഷാ സേന പ്രവർത്തകർ വീട്ടിലെ പാചകവാതക സിലിണ്ടർ പുറത്തേക്ക് മാറ്റി അപകടം ഒഴിവാക്കി. സുധീർ എന്നയാളുടേതാണ് വീട്. 6 വർഷമായി രവി ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കൊടുങ്ങല്ലൂരിന് സമീപം മൂത്തകുന്നത്ത് ചരക്ക് ലോറിക്ക് തീപിടിച്ചു. ദേശീയപാത 66-ലായിരുന്നു സംഭവം. പൂക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് അരിയുമായി പോവുകയായിരുന്ന ലോറിയാണ് കത്തി നശിച്ചത്. അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. ഗുരുവായൂർ കുനുമുച്ചിയിൽ മാരുതി ഓമ്നി വാൻ കത്തി നശിച്ചു. അരിയന്നൂർ ജുമാ മസ്ജിദിന് സമീപം നാലകത്ത് അൻഷാദിന്റെ വാനാണ് കത്തിയത്. ഗുരുവായൂർ കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവതി മുങ്ങി മരിച്ചു. ചേലക്കര കിള്ളിമംഗലം പൂക്കുളങ്ങര വീട്ടിൽ ഗിരീഷിന്റെ ഭാര്യ നമിതയാണ് മരിച്ചത്. കിള്ളിമംഗലത്ത് പളുങ്കിൽ ശിവക്ഷേത്രകുളത്തിൽ കുളിക്കുന്നതിനിടയിലാണ് അപകടം. ഭർത്താവുമൊത്ത് കുളിക്കാനെത്തിയതായിരുന്നു ഇവർ. കാലുവഴുതി വെള്ളത്തിൽ വീണ് മുങ്ങിപ്പോവുകയായിരുന്നു. ഭർത്താവിന്റെ നിലവിളി കേട്ടാണ് നാട്ടുകാർ എത്തിയത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. 2.5 വർഷം മുൻപാണ് നമിതയുടെയും ഗിരീഷിന്റെയും വിവാഹം നടന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തിയ പണിമുടക്ക് ജില്ലയിൽ ഭാഗികം. സെറ്റോയുടെയും ഭരണപക്ഷ സംഘടനയായ ജോയിന്റ് കൌൺസിലിന്റെയും നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിലെ 90% പേരും പണിമുടക്കിൽ പങ്കെടുത്തു. തൃശൂർ താലൂക്ക് ഓഫീസിലും ഹാജർ നില കുറവായിരുന്നു. സെറ്റോയുടെ നേതൃത്വത്തിൽ പണിമുടക്കിയ ജീവനക്കാർ തൃശൂരിൽ പ്രകടനം നടത്തി. തൃശൂർ പാറമേക്കാവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സെറ്റോ ജില്ലാ ചെയർമാൻ KV സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A. പ്രസാദ്, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡേസൻ, സായിദ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട മേഖലയിലെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. പണിമുടക്കിയ ജീവനക്കാർ ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ജോയിന്റ് കൌൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി AM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ താലൂക്ക് സെക്രട്ടറി ഡോക്ടർ MG സജേഷ് അധ്യക്ഷത വഹിച്ചു. AKSTU ജില്ലാ സെക്രട്ടറി CV സ്വപ്ന, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗം G പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പണിമുടക്ക് ചാവക്കാട് മേഖലയിൽ ഭാഗികം. ചാവക്കാട് താലൂക്കിൽ 95% ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു. താലൂക്കിന് കീഴിലെ ആകെയുള്ള 19 വില്ലേജ് ഓഫീസുകളിൽ 14 വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. തുറന്ന വില്ലേജ് ഓഫീസുകളിൽ ജീവനക്കാരുടെ കുറവ് മൂലം പ്രവർത്തനം നടന്നില്ല. അധ്യാപക മേഖലയിലും പണിമുടക്ക് സാരമായി ബാധിച്ചു. പണിമുടക്കിനോടനുബന്ധിച്ച് ചാവക്കാട് നഗരത്തിൽ പ്രകടനം നടന്നു. യോഗം CPI അസിസ്റ്റന്റ് സെക്രട്ടറി PK രാജേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. KGOF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ K വിവേക് അധ്യക്ഷത വഹിച്ചു.
കുന്നംകുളം നഗരത്തിൽ പണിമുടക്കിയ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം AKSTU സംസ്ഥാന സെക്രട്ടറി ജിജു ഉദ്ഘാടനം ചെയ്തു. KGOF വനിതാ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ P. പ്രിയ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലമുരളി, മേഖലാ സെക്രട്ടറി KS സജിത്, KGOF താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ E. നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന പണിമുടക്ക് വടക്കാഞ്ചേരി മേഖലയിൽ ഭാഗികം. തലപ്പള്ളി താലൂക്കിൽ 95% ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു. താലൂക്കിന് കീഴിലെ ആകെയുള്ള 21 വില്ലേജ് ഓഫീസുകളിൽ 17 വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. തുറന്ന വില്ലേജ് ഓഫീസുകളിൽ ജീവനക്കാരുടെ കുറവ് മൂലം പ്രവർത്തനം നടന്നില്ല. വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മണ്ണ് സംരക്ഷണ ഓഫീസ് പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പണിമുടക്കിയ ജീവനക്കാരും അധ്യാപകരും വടക്കാഞ്ചേരി ടൗണിൽ പ്രകടനം നടത്തി. പൊതുയോഗത്തിൽ KGOF താലൂക്ക് പ്രസിഡന്റ് V. ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ മേഖലാ സെക്രട്ടറി VK ഉമർ, KGOF താലൂക്ക് സെക്രട്ടറി അനീഷ് രാജ്, ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് TV ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് യാത്രികരായ കുടുംബത്തെ കരിങ്കല്ലുകൊണ്ട് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മതിലകം സ്വദേശി ആലിപ്പറമ്പിൽ അൽത്താഫിനെയാണ് കൊടുങ്ങല്ലൂർ CI BK അരുൺ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 17-ാം തീയതി പടാക്കുളത്തായിരുന്നു സംഭവം. ബൈക്കിൽ മക്കളുമൊത്തു പോകുകയായിരുന്ന മേത്തല സ്വദേശികളായ നിതീഷ് കൃഷ്ണൻ, സുഹൃത്ത് ജിഷ്ണു എന്നിവരെയാണ് അൽത്താഫ് ആക്രമിച്ചത്. SIമാരായ സാലിം, സജിൽ, രാജി, പോലീസ് ഉദ്യോഗസ്ഥരായ ബിനിൽ, സുബീഷ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ SI പ്രദീപ് കുമാർ, ലിജു, ബിജു, നിഷാദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കാരമുക്ക് പുത്തൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണശ്രമം. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ റോഡരികിലെ ക്ഷേത്ര ഭണ്ഡാരം തുറന്നു നോക്കിയപ്പോഴാണ് മോഷണശ്രമം കണ്ടെത്തിയത്. ഭണ്ഡാരത്തിനുള്ളിൽ കരിയോയിൽ ഒഴിച്ച് പണം നശിപ്പിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ വർഷം 2 തവണ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് പറഞ്ഞു. സാമൂഹ്യവിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് സെക്രട്ടറി PB വേണു, ട്രഷറർ K. സൂര്യനാരായണൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ആഴ്ചകളിലും ഭണ്ഡാരം എടുക്കാറുണ്ട്. കൊടുങ്ങല്ലൂരിൽ സഹോദരങ്ങളെ ആക്രമിച്ച കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശികളായ ചള്ളിയിൽ വീട്ടിൽ ബൈജു, മുല്ലേഴത്ത് രോഹിത്, ചള്ളിയിൽ സംഗീത് എന്നിവരെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു സംഭവം. കാട്ടാക്കുളം സ്വദേശി തൊട്ടാശ്ശേരി സജിത്, സഹോദരൻ സാഹുൽജിത്ത് എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. SIമാരായ സാലിം, വൈഷ്ണവ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ, ഗോപേഷ്, വിഷ്ണു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അണ്ടർ 20-ൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ ചേലക്കര സ്വദേശി അൽ സാബിത്ത് ഈ മാസം 24 മുതൽ ഇന്തോനേഷ്യയിൽ നടക്കുന്ന ചതുർരാഷ്ട്ര ടൂർണമെന്റിലാണ് ഇന്ത്യയുടെ ഗോൾവല കാക്കാൻ 17-കാരനായ അൽ സാബിത്ത് സുലൈമാന് അവസരം ലഭിച്ചത്. ചേലക്കര നാട്ടിയഞ്ചിറ കൽത്തൊട്ടി തെക്കേക്കരമേൽ സുലൈമാൻ ഹാജിറ ദമ്പതികളുടെ മകനാണ് അൽ സാബിത്ത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 30-അംഗ സ്ക്വാഡിൽ അംഗമാണ്. ചേലക്കര ഗവൺമെന്റ് SMT സ്കൂൾ, പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പഠനം. ഗോവയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ 20 ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സെലക്ഷൻ ടീമിൽ സെലക്ഷൻ ലഭിക്കുന്നത്. ഈ മാസം 24-ാം തീയതി സിറിയ, 27-ന് ജോർദാൻ, 30-ന് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് ഇന്ത്യൻ ടീം മത്സരിക്കുന്നത്. അൽ സാബിത്ത് മത്സരത്തിനായി ഇപ്പോൾ ഇന്തോനേഷ്യയിലാണുള്ളത്. ജനങ്ങളുടെ നീണ്ടകാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിൽ ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽസ് നിവാസികൾ. മഴ ഒന്നു പെയ്താൽ റോഡരികിൽ വെള്ളം ഒലിച്ചുപോകാൻ കാനയില്ലാത്തതിനെ തുടർന്ന് വെള്ളം നിറഞ്ഞ് റോഡിൽ കൂടിയാണ് ഒഴുകിപ്പോയിരുന്നത്. സമാന രീതിയിൽ സമീപത്തെ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നതായിരുന്നു അവസ്ഥയിലുണ്ടായിരുന്നത്. ചെറുതുരുത്തി മുതൽ പൈങ്കുളം സ്കൂൾ വരെ 2.5 കിലോമീറ്റർ ദൂരം റോഡ് ടാറിംഗ് കഴിഞ്ഞതിന് ശേഷം റോഡിന്റെ സൈഡിൽ കൂടെ വെള്ളം ഒലിച്ചുപോകാനുള്ള കാനയുടെ പണിയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന മണ്ണമ്പേട്ട മാവിൻചൂട് റോഡിലെ പച്ചലിപ്പുറം കല്ലുപാലം ഭാഗത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്റർലോക്ക് ടൈൽ വിരിക്കൽ, കല്ലുപാലത്തിൽ കോൺക്രീറ്റിംഗ് നടത്തൽ എന്നീ ജോലികളാണ് ആരംഭിച്ചത്. കഴിഞ്ഞ നവംബറിൽ റോഡ് നവീകരിച്ചുവെങ്കിലും സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗം മാത്രം കോൺക്രീറ്റിംഗ് നടത്താനായില്ല. ഇവിടെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. ഫെബ്രുവരി 21 വരെ വാഹനഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി മരാമത്ത് കൊടകര റോഡ്സ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീന ജോസഫ് അറിയിച്ചു.
പാലത്തിലും ചെറുതായിട്ട് ഒരു ചെറിയ ഡെപ്തില് കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ടാറിങ് ചെയ്യാത്തത് കൊണ്ട് ആ ലെവലില് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ടൈലിന്റെ അതേ ലെവലിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ കോൺക്രീറ്റ് ചെറിയ ഡെപ്തില് പാലത്തിലും ചെയ്യുന്നുണ്ട്. ടൈലിടലും അവര് 2-3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും ടൈലിടലും കോൺക്രീറ്റിങ്ങും. എങ്കിലും അതിന്റെ ക്യൂറിങ്ങും അതിനൊക്കെ സമയമെടുക്കും. അത് ക്യൂറിങ് പീരീഡ് കഴിഞ്ഞൊരു 15 ദിവസമെങ്കിലും 15-20 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടികൾ ഓടാൻ സാധിക്കുള്ളൂ. അതുവരെ ഈ ഭാഗത്തെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ഈ റോഡിലൂടെയുള്ള ഈ കല്ലുപാലം റോഡ്. ചേലക്കര കോങ്ങാട് തൃശൂർ റോഡിലോടുന്ന കരിപ്പാൽ ബസ്സിലെ കണ്ടക്ടർ ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ചേലക്കര വെങ്ങാനല്ലൂർ മങ്ങാട് വീട്ടിൽ 60 വയസ്സുള്ള രാജഗോപാലനാണ് മരിച്ചത്. പഴയന്നൂർ ചേലക്കര റോഡിലുള്ള വെള്ളാർകുളം ഭാഗത്ത് വെച്ചാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡ്രോൺ പൈലറ്റ് എന്ന് വിളിച്ച സുധാ ദേവദാസ് കേന്ദ്ര സർക്കാരിന്റെ കലണ്ടറിൽ ഇടം പിടിച്ചു. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക കലണ്ടറിലേക്ക് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിലാണ് മാള എരവത്തൂർ സ്വദേശിയായ സുധയുള്ളത്. മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന ലാഖ്പതി പരിപാടിയിലെ മുഖാമുഖത്തിൽ പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്ന സുധാ ദേവദാസിന്റെ ചിത്രമാണ് കലണ്ടറിലെ മാർച്ച് മാസത്തെ മുഖചിത്രമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുമായി സംവദിച്ച കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തി സുധയാണ്. അന്നത്തെ മുഖാമുഖത്തിലെ ഒരേയൊരു ചിത്രം മാത്രമാണ് കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കലണ്ടറിലേക്കുള്ള 3 ചിത്രങ്ങളാണ് ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നതെന്നാണ് സൂചന. അതിൽ നിന്നാണ് സുധാ ദേവദാസുമായുള്ള സംവാദത്തിന്റെ ചിത്രം തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രിയായിട്ട് സംവദിക്കാൻ ഒരു അവസരം എനിക്ക് മഹാരാഷ്ട്രയിലുള്ള ജൽഗാവിൽ വെച്ചിട്ട് ലഖ്പതി ദീദി സമ്മേളനത്തിൽ കിട്ടിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയ കലണ്ടറിൽ മാർച്ച് മാസത്തെ ഫോട്ടോ അതിലുള്ളത് നമ്മുടെ ഈ ലഖ്പതി ദീദി സമ്മേളനത്തിൽ ഞാനുള്ള ആ ഒരു ഫോട്ടോ ആയിരുന്നു. എന്തായാലും ഒരു മാസം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് പുറത്തിറങ്ങുന്ന കലണ്ടറിൽ നമുക്കൊരു നമ്മുടെ പടം വരിക എന്നുള്ളത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചതിലും സന്തോഷം. മുഖാമുഖത്തിൽ പ്രധാനമന്ത്രി ഡ്രോൺ പൈലറ്റ് എന്ന് വിശേഷിപ്പിച്ചത് സുധാ ദേവദാസിനെ ഞെട്ടിച്ചിരുന്നു. കൃഷിയിടത്തിൽ മരുന്നും വളവും പ്രയോഗിക്കുന്നതിന് ഡ്രോൺ ഉപയോഗിക്കാനുള്ള പരിശീലനവും ലൈസൻസും ഇവർക്കുണ്ട്. എരവത്തൂർ സ്വദേശി മാങ്ങാക്കുഴി വീട്ടിൽ ദേവദാസിന്റെ ഭാര്യയായ സുധ മാളയിൽ മഹിള റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടറും കർഷകിയുമാണ്. ചൂരൽമല ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടിയോട് സംസാരിക്കുന്ന ചിത്രവും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് കലണ്ടറിന്റെ പേജുകൾ എക്സിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. TC വിനോസ്, മാള. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ഈ മാസം 24 മുതൽ 27 വരെ ആഘോഷിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ ദിവ്യവേലയ്ക്ക് ഫാദർ ജെറിൽ മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജൂലിയസ് അറക്കൽ തിരുനാൾ സന്ദേശം നൽകും. വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരൻ PV തോമസ്, ജനറൽ കൺവീനർ MK ആന്റണി, പബ്ലിസിറ്റി കൺവീനർ വിനു ജോൺസൺ T, ജോയിന്റ് ജനറൽ കൺവീനർ PA വിൻസെന്റ്, ഫിനാൻസ് കൺവീനർ TL ജേസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ തായ്ക്കാട്ടുകര കരിപ്പായി വീട്ടിൽ ഷഫീഖിനെയാണ് ചാലക്കുടി SHO MK സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2020 ലോറിയിൽ 140 കിലോ കഞ്ചാവ് കടത്തിയ കേസിലാണ് ഇയാളടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് തൃശൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ പരോൾ ലഭിക്കുകയായിരുന്നു. ഒളിവിൽ പോയ പ്രതിയെ 2 വർഷത്തിന് ശേഷം സാഹസികമായാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. ഒരുമനയൂർ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നാരോപിച്ച് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിലും ഭരണസമിതി നടപടികൾ ശരിയായ രീതിയിൽ സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. KJ ചാക്കോ, നസീർ മൂപ്പിൽ, നഷറ മുഹമ്മദ്, ആരിഫ ജുഫയർ എന്നിവർ നേതൃത്വം നൽകി. ഈ വർഷം നടപ്പിലാക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. പഞ്ചായത്ത് റോഡുകൾ തകർന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷാംഗം KJ ചാക്കോ ആരോപിച്ചു. അതിൽ വ്യക്തമായുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2022-23 50 ലക്ഷം രൂപയും 23-24 38 ലക്ഷം രൂപയും 24-25 ഈ
ഇന്ന് ജനുവരി 22 വരെ, ഇനി ഒരു മാസമല്ല, ആ പദ്ധതി അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഒരു പൈസ പോലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് വർക്ക് തീർക്കാത്തൊരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇവിടത്തുള്ള. പങ്കാളിത്ത പെൻഷൻ ബാധകമായി കുറഞ്ഞ സർവീസിനു ശേഷം പിരിഞ്ഞിട്ടുള്ള പെൻഷൻകാർക്ക് ന്യായമായ പ്രതിമാസ വരുമാനം ഉറപ്പാക്കുന്നതിന് പ്രത്യേക കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KI പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, KM ശിവരാമൻ, KV രാമകൃഷ്ണൻ, T ബാലകൃഷ്ണമേനോൻ, TA വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി കുട്ടമുഖം ഹെൽത്ത് സബ് സെന്ററിലേക്ക് പ്രവാസി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്പോൺസർ ചെയ്ത കസേരകൾ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AT റഫീഖ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിജിത്, വാടാനപ്പള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേഷ്, കോൺഗ്രസ് പ്രവർത്തകരായ IM റാഫി, സബീന റാഫി, ഹസീന താജു, ബഷീർ അറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 8-ന് എരുമപ്പെട്ടിയിൽ എത്തിച്ചേരുന്ന പതാകജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിനുള്ള സംഘാടക സമിതി യോഗം ചേർന്നു. ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ, ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ, അംഗങ്ങളായ KM അഷ്റഫ്, TV സുനിൽകുമാർ, MS സിദ്ദിഖ്, M നന്ദീഷ്, മിനി അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് കലാരംഗത്തെ ഗവേഷണത്തിന് നൽകുന്ന ജൂനിയർ ഫെലോഷിപ്പിന് കൂടിയാട്ട നങ്ങ്യാർകൂത്ത് കലാകാരി കലാമണ്ഡലം സംഗീത അർഹയായി. കൂടിയാട്ടത്തിലെ പൗരാണിക വാചികാഭിനയ രീതികളുടെ സവിശേഷതകളെക്കുറിച്ച് ആദ്യമായാണ് പഠനം നടക്കുന്നത്. യുവ കൂടിയാട്ട കലാകാരികളിൽ ശ്രദ്ധേയയായ സംഗീത ക്രിയ നാട്യശാല എന്ന കൂടിയാട്ട കളരിയുടെ കാര്യദർശി കൂടിയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും SYS സാന്ത്വനം കഞ്ഞി വിതരണം ചെയ്യും. SYS സാന്ത്വനം മഹലിന് കീഴിലായി മെഡിക്കൽ കോളേജിലെ ക്യാൻസർ, TB വാർഡിലുള്ള മുഴുവൻ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സ്വാലിഹ് നിർവഹിച്ചു. PK ബാവ ദാരിമി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി MM ഇബ്രാഹിം, ബഷീർ അഷ്റഫി, നിസാർ കോതച്ചിറ, ഷെരീഫ് പാലപ്പള്ളി, ഹുസൈൻ കയ്പമംഗലം തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7490 രൂപ, പവന് 59,920 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3297 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വിദഗ്ധ ചികിത്സയ്ക്ക് പിടികൂടുവാനുള്ള വനപാലകരുടെ ആദ്യ ശ്രമം പാളി. ദൌത്യം വ്യാഴാഴ്ച പുനരാരംഭിക്കും. 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് യമനിൽ നിന്നും എടക്കുളം സ്വദേശി ദിനേശ് നാട്ടിലെത്തി. കുടുംബവുമായുള്ള ദിനേശിന്റെ കൂടിക്കാഴ്ച വികാര നിർഭരമായി. മണലൂർ പുത്തനങ്ങാടിയിൽ വീട്ടിൽ തീപിടുത്തം. വീടിനുള്ളിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. കൊടുങ്ങല്ലൂർ മൂത്തുകുന്നത്ത് ചരക്ക് ലോറിക്ക് തീപിടിച്ചു. പൊനമുച്ചിയിൽ ഒമ്നി വാൻ കത്തിനശിച്ചു. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തിയ പണിമുടക്ക് ജില്ലയിൽ ഭാഗികം. പണിമുടക്കിയ ജീവനക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.